ഇപ്പോൾ ഒരാളെ പോലും കാണുന്നില്ല. സോ ഇത് തന്നെ പറ്റിയ സമയം. നമുക്ക് നേരെ ആ സുപ്ര കാർ എടുക്കാം. അയ്യോ ഫ്രാങ്ക്ലിനാ, എനിക്ക് പേടിയായിട്ട് വയ്യ. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ? ഓ, ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനെയാണല്ലോ ഞാൻ കൂടെ കൂട്ടിയത്. നിനക്ക് വീട്ടിലെങ്ങാനും ഇരുന്നാ പോരായിരുന്നടാ ഷിൻചാനെ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ, പേടിക്കൊന്നും വേണ്ട, ഞാനില്ലേ നിന്റെ കൂടെ. നീ എന്തിനാ പേടിക്കുന്നേ? ദേ കണ്ടില്ലേ സുപ്രക്കാർ. ഓ, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നമുക്ക് നേരെ ഈ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാ. നീ വന്നേ. അയ്യോ പ്രേതം, സുമതി പ്രേതം. അയ്യോ ഫ്രാങ്ക്ലിനാ. ചെറുക്കനെ കൊണ്ട് മനുഷ്യന് ഞാനിപ്പം തന്നെ താഴെ വീണേനെ. നിനക്കെന്താടാ ഭ്രാന്തായോടാ ഷിൻചാനെ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ പ്രേതമില്ല, ഒരു മണ്ണാകട്ടെ ഇല്ല. അല്ല ഫ്രാങ്ക്ലിനാ, ഞാൻ സത്യമായിട്ടും കണ്ടതാ. ദേ ഇവിടെ ഒരു വൈറ്റ് ഡ്രസ് ഇട്ട ഒരു പെണ്ണ്. അവര് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ശരിക്കും പ്രേതമുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്ക്, തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ദേ തൊട്ട് മുമ്പിൽ നിന്നതാ. നീ എന്താ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? എവിടെ പ്രേതം? നീ ഒന്ന് കാണിച്ചതാ. അത് പിന്നെ ദേ ഇവിടെ ഉണ്ടായിരുന്നതാ, പക്ഷെ ഇപ്പൊ അത് എങ്ങോട്ടോ പോയി, മാഞ്ഞു പോയി. എന്റെ പൊന്ന് ഷിൻചാനെ, നിനക്ക് ഓരോന്ന് തോന്നിയതായിരിക്കും. പ്രേതൊന്നും ശരിക്കും ഇല്ല. അതൊക്കെ വെറും കെട്ട് കഥകളാണ്. പണ്ടാരോ ഇവിടുന്ന് പറഞ്ഞുണ്ടാക്കിയ കഥകളാണ്. അതൊന്നും സത്യമല്ല. നീ ഒന്ന് വിശ്വസിക്ക്. അതൊന്നും പറഞ്ഞിട്ട് സമയം കളയണ്ട. നമുക്ക് നമ്മുടെ വന്ന കാര്യം നോക്കാം. വണ്ടി എടുത്തിട്ട് നേരെ പോവാ. അയ്യോ ഫ്രാങ്ക്ലിനാ, എനിക്ക് ഇങ്ങനെയാണെങ്കിൽ വരണ്ടില്ലായിരുന്നു. അയ്യോ എനിക്ക് പേടിയായിട്ട് വയ്യ. ഈ പേടിത്തൊണ്ട കൊണ്ട്. അയ്യോ ദേ വണ്ടി കത്തുന്നു. ഇതെങ്ങനെ? എടാ ഷിൻചാനെ, സത്യം പറടാ, നീ ഈ വണ്ടി കത്തിച്ചോ? ഇതെങ്ങനെ തനിയെ കത്തുന്നു? അയ്യോ, ഞാൻ പറഞ്ഞില്ല ഫ്രാങ്ക്ലിനാ, ഇതില് പ്രേതം ശരിക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ശരിക്കും പ്രേതമുണ്ട്. അയ്യോ The next day. എടാ ഫ്രാങ്കിളിനെ, എണീക്കടാ, എന്തൊരുറക്കാടാ നീ? ഞാനിപ്പോ എവിടെയുള്ളത്? എടാ മൈക്കിളെ, ട്രെവറെ, ഞാനിപ്പോ എവിടെ? എടാ ഫ്രാങ്കിളിനെ, നീ ഇപ്പൊ എന്റെ വീട്ടിലാണ് ഉള്ളത്. നീ ബോധമില്ലാതെ ആ മലക്ക് താഴെ വീട് കിടക്കുന്നത് നിന്നെയും ഷിൻചാനെയും ഞാനും ട്രെവറാണ് ഇങ്ങോട്ട് എത്തിച്ചത്. രണ്ടാളും ബോധമില്ലാതെ അവിടെ കിടക്കായിരുന്നു. അങ്ങനെയാണോ? എടാ ഷിൻചാനെ, അവന്റെ ബോധം ഇപ്പോഴും വന്നിട്ടില്ല. കുറച്ച് സമയമെടുക്കുമായിരിക്കും. അതൊക്കെ പോട്ട് ഫ്രാങ്ക്ലിൻ, നീ എന്തിനാ സുമതി മലയുടെ മുകളിലോട്ട് കയറിയേ? അത് പിന്നെ എനിക്ക് മനസ്സിലായി. നീ ആ സൂപ്രക്കാർ അടിച്ചു മാറ്റാൻ വേണ്ടി അതിന്റെ മുകളിൽ കയറിയതല്ലേ? എനിക്ക് അറിയാടാ ഫ്രാങ്കിളിന് കള്ള. അത് പിന്നെ സംഭവം ശരിയാണ്. ഞാനും ഷിൻചാനും ചേർന്ന് ആ സുപ്രകാർ അടിച്ചു മാറ്റാൻ വേണ്ടി അതിന്റെ മുകളിൽ കയറിയതാ. പക്ഷേ നാട്ടുകാരൊക്കെ പറഞ്ഞ പോലെ ആ മലയുടെ മുകളിൽ ശരിക്കും പ്രേതം ഉണ്ടടാ. ഞങ്ങൾ ആ സുപ്ര എടുക്കാൻ പോയ സമയത്ത് ആ സുപ്രയാണെങ്കിൽ ഓട്ടോമാറ്റിക് കത്തി നശിച്ചു. അതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടടാ. ശരിക്കും അതിന്റെ മുകളിൽ ആ സുമതി എന്ന് പറഞ്ഞ പ്രേതമുണ്ട്. നീ എന്ത് തേങ്ങയാടാ പറയുന്നത്? ബോധം പോയപ്പോ ഓരോന്ന് വിളിച്ചു പറയാ, അല്ലടാ ട്രെവറെ? അതെ എടാ ഫ്രാങ്കിലെ, നീ വെറുതെ ഓരോന്ന് പറയല്ലേ പിച്ചി പയ്യും. എടാ ഞാൻ വെറുതെ പറയുന്നില്ല, സത്യം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ രാത്രി സമയത്ത് ആ മലയുടെ മുകളിൽ പോയി നിന്നോക്ക്. അപ്പോൾ അറിയാം. ഞാൻ ഷിൻചാൻ ഇന്നലെ പോയപ്പോഴേ എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ശരിക്കും പേടിയായി. എന്നിട്ടവരെ വണ്ടി എടുക്കടാ, നമുക്ക് നേരെ ആ സുമതി മലയുടെ മുകളിൽ പോയി നോക്കാം. അല്ല പിന്നെ ഇവന്റെ ഒരു പ്രേതം. അയ്യോ ട്രാവറെ മൈക്കിളെ, നിങ്ങൾ വെറുതെ പണി വാങ്ങാൻ നിൽക്കല്ലേ. അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. നീ പേടിച്ചതിന്റെ മുകളിൽ നിന്ന് താഴെ വീണതാണ്. പക്ഷെ അതുപോലെയല്ല ഞങ്ങൾക്ക് എന്തിനു പേടിക്കണം? മൈക്കിളെ, ഇന്ന് രണ്ടല്ലൊന്ന് അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. നമുക്കെന്തായാലും ഇന്ന് രാത്രി ആവുന്നതിന് മുമ്പ് ആ മലയുടെ മുകളിൽ കയറാം. എന്നിട്ട് നമുക്ക് കുറച്ചു നേരം അവിടെ നിൽക്കാം. അപ്പൊ അറിയാലോ ശരിക്കും സുമതി പ്രേതം അതിന്റെ മുകളിൽ ഉണ്ടോ എന്ന്. ഫ്രാങ്ക്ലിൻ, അപ്പൊ നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് വരാം. വാടാ ട്രെവറെ, നമുക്ക് എന്തായാലും പ്രേതത്തെ കണ്ടിട്ട് വരാം. ഫ്രാങ്ക്ലിൻ വല്ല ജന്തുക്കളെയും കണ്ട് പേടിച്ച് ആ മലയുടെ മുകളിൽ നിന്ന് താഴെ വീണതായിരിക്കും. അല്ല പിന്നെ നമുക്ക് എന്തായാലും അവിടെ വരെ പോയി നോക്കാം. അവൻ എന്തായാലും പറഞ്ഞതല്ലേ, നമുക്ക് അവിടെ പോയിട്ട് അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് അവൻക്ക് അയച്ചു കൊടുക്കാം. നമുക്ക് പേടിയില്ല എന്നുള്ള കാര്യം. അതെ നീ എന്തായാലും വണ്ടി എടുക്ക്. നമുക്ക് രാത്രി ആവുന്നതിന് മുമ്പ് ആ മലയുടെ മുകളിലെത്തണം. ഓക്കെ. സോ ഗൈസ്, നമ്മളങ്ങനെ സുമതി